മാർക്ക് ചെയ്ത് തരാം. ഇപ്പം ചിലപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് താഴോട്ട് പോയിട്ട് ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് സ്വീപ്പ് ചെയ്തിട്ട് അതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് എത്തി നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ തന്ന് താഴോട്ട് പോകും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്ക് യൂറോ USDയിൽ പറഞ്ഞ ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു. അവിടുന്ന് ഡൗൺ സൈഡിലേക്ക് നമുക്ക് ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടം വരെ ലാസ്റ്റ് വീക്കിൽ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ യൂറോ USDൻ്റെ ട്രേഡ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡെയിലി ചാർട്ട് ഒന്ന് എടുത്തിട്ട് നോക്കാം. ഡെയിലി ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഈ ഒരു ട്രേഡ് സെറ്റപ്പ് നോക്കാൻ കാരണം നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പ്രീമിയം ഡിസ്കൗണ്ടുകൾ എടുത്തിട്ട് മാർക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ ഒപ്റ്റിമൽ സോണിൽ എത്തിയ സമയത്താണ് ട്രേഡ്സ് താഴോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയ വരെയൊക്കെ ട്രേഡ്സ് നോക്കാമായിരുന്നു, പക്ഷേ ഈ ഒരു ഏരിയ തട്ടിയിട്ടില്ല. അപ്പോൾ അതിന് ജസ്റ്റ് മേലെ വരെ അതാണ് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നെക്സ്റ്റ് വീക്ക് ഈ ഒരു ഡൗൺ സൈഡ് മൊമെൻ്റം കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു ഏരിയ ഈ ഒരു റെസിസ്റ്റൻസിലായിരിക്കും. പക്ഷേ കഴിഞ്ഞാൽ ഒരു 12558 ഏരിയ വരെയൊക്കെ നമുക്ക് ഒരു ഡൗൺ സൈഡ് മൊമെൻ്റം പ്രതീക്ഷിക്കാം. പിന്നെ ഡെയിലിയിൽ ഇനി പറയാനുള്ളത്, ഇനി ഒരു റിട്രേസ്മെൻറ്റ് വരികയാണെങ്കിൽ ഡെയിലിയിൽ ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു FEG ആണ്. നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ പോയിട്ടൊന്ന് നോക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് വാറൊന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. മീൻസ് ഹോർമൂസൊക്കെ തുറന്നൊന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഹോർമൂസ് പിന്നെ അടച്ചു പറഞ്ഞിട്ട് ന്യൂസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു മൊമെൻ്റ് പിന്നെയും താഴോട്ട് പെട്ടെന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ ഒരു വലിയൊരു റിട്രേസ്മെൻറ്റോ കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാലും നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ടുകൾ എടുത്ത് വരച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ വരുന്നത്. തൽക്കാലം പഴയ ഏരിയാസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ വരുന്നത്. പക്ഷേ ആ ഒരു ഏരിയ വരെ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഒരു പുൾ ബാക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നെക്സ്റ്റ് നല്ലൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് പോയിൻറ്റും പിന്നെ ഈ ഒരു ഹൈയും ആയിരിക്കും. അപ്പം ഞാൻ ആ ഒരു ഏരിയയ്ക്കും മോർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം താഴോട്ട് ഒരു മൊമെൻ്റം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഈ ഏരിയയിലേക്ക് വന്നതിന് ശേഷം താഴോട്ട് ട്രേഡ് നോക്കാം. ഇനിയിപ്പം മേലോട്ടാണ് പോകുന്നതെങ്കിൽ എൻ്റെ ഇത് മാറണമെങ്കിൽ ബയസ്, ഇപ്പോൾ ബെയറിഷ് ബയസ് ഉള്ളത് ബുള്ളിഷ് ബയസ് ആവണമെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താലേ ആവുള്ളൂ. അതുവരെ ഞാൻ ബെയറിഷ് സിനാരിയോസ് മാത്രമേ നോക്കുകയുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്കിത് കിട്ടിയിട്ടില്ല, മീൻസ് നമുക്കൊരു താഴോട്ടൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സാധനം കിട്ടിയിട്ടില്ല, എൻട്രി കിട്ടിയിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് വരെ വെയിറ്റ് ചെയ്യുക, അവിടുന്ന് കിട്ടുമായിരിക്കും. അവിടുന്ന് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ തിരിച്ച് ഈ ഒരു ഏരിയക്ക് മാർക്കറ്റ് വരാൻ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് മേലോട്ട് ട്രേഡ് നോക്കാം. നാളെയല്ല, നെക്സ്റ്റ് വീക്ക് ബെയറിഷ് സിനാരിയോസ് ആണ് ഞാൻ നോക്കുന്നത്. ബുള്ളിഷ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാർട്ട് GBP നോക്കാം. ഈ ഒരു ഏരിയയിലേക്ക് എത്തിയതിന് ശേഷം നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ട് താഴോട്ട് തൽക്കാലം ഈ ഒരു ലോ വരെ ട്രേഡ് നോക്കിയാൽ മതി. ഓക്കെ, GBPയിൽ നമ്മൾ പറഞ്ഞ ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു. നമുക്ക് മാർക്കറ്റ് ആ ഒരു ഏരിയ തന്നെ നല്ലൊരു എൻട്രി സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മളെ ഒരു ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിലേക്ക് മാർക്കറ്റ് പിന്നെയും തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്. അവിടുന്ന് തന്നെ ഒരു സെല്ലിംഗ് മൊമെൻ്റാണ് നമ്മൾ മാർക്കറ്റ് ലാസ്റ്റ് വീക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കുന്ന സമയത്ത് യൂറോനെ പോലെ തന്നെ
ഷോർട്ട് ബയസ് ആണ്. ടാർഗറ്റ് മാക്സിമം പോകാൻ പറ്റിയ ഏരിയ ഐ തിങ്ക് ഈ ഒരു ലോ വരെയൊക്കെ എന്തായാലും പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫൈനൽ ടാർഗറ്റ് വരെ ഈ ഒരു ലോ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഏരിയ ചെറിയ ടൈം ഫ്രെയിം പോയിട്ട് നോക്കാം. ചെറിയ ടൈം ഫ്രെയിം പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് യൂറോൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹൈൻ്റെ മേലുള്ള ലിക്വിഡിറ്റി എടുത്ത് വരാനാണ് ചാൻസ്. ഓവർ മേലോട്ട് കയറാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ ഐഡിയൽ സിനാരിയോ നോക്കുകയാണെങ്കിൽ മേലോട്ട് ഈ ഒരു ഏരിയ വരെയൊക്കെ വന്നിട്ട് മാർക്കറ്റ് താഴോട്ട് പോകണം. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് ഈ ഒരു ഹൈ വരെയൊക്കെ എടുക്കാൻ ചാൻസ് ഉള്ളൂ. ഇതിൻ്റെ മേലുള്ള ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് സെറ്റപ്പ് ഫോം ഉണ്ടാവും. ഈ ഹൈ ആണ് ടാർഗറ്റ് വരുന്നത്. ഈ ഹൈന്ന് തിരിച്ച് നമുക്ക് നോക്കുന്ന സമയത്ത് താഴെ വരെ ട്രേഡ് നോക്കാം. ഞാൻ യൂറോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബാരിഷ് ബയസ് ബുള്ളിഷ് ആവണമെങ്കിൽ ഈ ഒരു ഹൈ മാർക്കറ്റ് എടുക്കണം. അതിന് ശേഷം നമുക്ക് മേലോട്ട് ട്രേഡ്സ് നോക്കാം. പക്ഷേ ഞാൻ നെക്സ്റ്റ് വീക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക ബാരിഷ് വ്യൂസ് ആയിരിക്കും. അടുത്തത് ഗോൾഡ്. നെക്സ്റ്റ് വീക്ക് ഒരു ബാരിഷ് ബയസാണ് മീൻസ് പേഴ്സണലി നോക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ ചെറിയൊരു റിട്രേസ്മെൻറ്റ് കിട്ടും. അതിന് ശേഷം ഈ ഹൈ എടുത്തിട്ട് താഴോട്ട് പോവാം. ഓക്കെ, ഗോൾഡിൽ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞ ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, മീൻസ് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹൈൻ്റെ മേലുള്ള ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവിടുന്ന് നല്ലൊരു സ്ട്രോങ് സെല്ലിംഗ് മൊമെൻറ്റം കിട്ടി. അതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് നമ്മളെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിലേക്ക് കയറി. അതുമാത്രമല്ല നമ്മളെ പ്രീവിയസ് റെസിസ്റ്റൻസ് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് ഒരു ബാരിഷ് ട്രേഡ് നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് തിരിച്ച് മാർക്കറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് അതിൻ്റെ ബാരിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കുമ്പം ഈ ഒരു വ്യൂ കണ്ടിന്യൂ ചെയ്യാൻ, ഈ ഒരു ബാരിഷ്നെസ് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഇതാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് ഒരു ഡെയിലി FEGയിലേക്ക് പോയിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. എൻ്റെ ബാരിഷ് ടാർഗറ്റ് വരുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. 3890 ഏരിയ ആയിരിക്കും എൻ്റെ ബാരിഷ് ടാർഗറ്റ് വരുന്നത്. നെക്സ്റ്റ് വീക്ക് ട്രേഡ്സ് നോക്കാൻ പറ്റിയ ഏരിയാസ് എന്ന് പറയുമ്പം ഞാൻ ഈ ഒരു ഏരിയ പറയുള്ളൂ. ഈ ഒരു ഏരിയ ആയിരിക്കും ഞാനൊരു ബാരിഷ് ട്രേഡ് നോക്കാൻ വേണ്ടി. ഇവിടുന്ന് ഒരു സെറ്റപ്പ് ഇട്ടാണെങ്കിൽ ഞാൻ താഴോട്ട് ട്രേഡ് നോക്കും. ഒരു ഐഡിയൽ സിനാരിയോയിൽ മേലെ വരെ വരണം, പക്ഷേ ഇപ്പം വരില്ല. എന്നാലും ഒന്ന് വരച്ച് കാണിച്ചു തരാം. ശരിക്കും ഈ ഒരു ഏരിയ വരെ ഒക്കെ മാർക്കറ്റ് വന്നതിന് ശേഷമാണ് താഴോട്ട് ട്രേഡ് നോക്കേണ്ടത്. പക്ഷേ ഈ ഒരു ഏരിയ വരാനൊക്കെ ചാൻസ് ഉള്ളൂ. 50% ഏരിയ പോലും എത്താൻ ചാൻസ് കുറവാണ്. എന്നുവെച്ചാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഞാൻ പിന്നെ ഈ ഒരു ഏരിയ എത്തുന്നവരെ, അല്ലെങ്കിൽ ഈ ഒരു ഹൈൻ്റെ മേലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യും. അതിന് ശേഷമായിരിക്കും ഞാൻ ബെയറിഷ് ട്രേഡ്സ് നോക്കുക. എൻ്റെ വ്യൂ മാറി ബുള്ളിഷ് ആവണമെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു റിട്രേസ്മെൻറ്റ് വരുമ്പോൾ മാത്രമായിരിക്കും ഞാൻ ബുള്ളിഷ് വ്യൂ നോക്കുന്നത്. ഓക്കെ, മാർക്ക് ചെയ്യാം. മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്നൊരു റേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ താഴോട്ട് ട്രേഡ്സ് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് നാസ്ഡാക്ക് നോക്കാം. മാർക്കറ്റ് ചിലപ്പം ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ട് താഴോട്ട് വരും. ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ട് താഴോട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ ട്രേഡ് ഞാൻ തൽക്കാലം ഈ ഒരു ഹൈ വരെ നോക്കുന്നുള്ളൂ. പക്ഷേ ഇനിയൊരു
ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നാസ്ഡാക്ക് നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞ ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം പ്രീവിയസ് ഹൈ മീൻസ് ലാസ്റ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമെന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നില്ല. അതിൻ്റെ മുമ്പ് തന്നെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ഇതിലേക്ക് പോയി, ഒരു ബുള്ളിഷ് മൊമെൻ്റം കാണിച്ച് പോയി. ഇനി ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞ ടാർഗറ്റ് തന്നെയാണ് ഈ വീക്ക് ഉണ്ടാവുക. ഓൾ ടൈം ഹൈ തന്നെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുക. പക്ഷേ അതിന് പറ്റിയ ഏരിയാസ് കുറച്ച് പണിയാണ്, വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളെ സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് കിട്ടുക ഈ ഒരു ഏരിയ എന്നാണ്. ഈ ഒരു ഏരിയ, ആ ഒരു ഏരിയയിൽ ഒരു FEG ഉണ്ട്. ആ ഒരു ഏരിയയിൽ ഇവിടെ ഒരു 1 hour FEG ഉണ്ട്. പിന്നെ ഈ ഒരു ലോൻ്റെ അടിയിൽ അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഉണ്ടാവും. പക്ഷേ അവിടം വരെ മാർക്കറ്റ് വരാനുള്ള ചാൻസ് നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറവാണ്. ഈ ഒരു മൊമെൻ്റം കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. അപ്പം ഞാൻ നെക്സ്റ്റ് എൻ്റെ ഒരു ബുള്ളിഷ് ട്രേഡ്സ് നോക്കുന്ന ഏരിയ ഈ ഒരു ഏരിയ ആവും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഈ ഒരു ഏരിയ വരെ വെയിറ്റ് ചെയ്യുള്ളൂ. മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് വന്നതിന് ശേഷം തിരിച്ച് നമ്മളെ പ്രീവിയസ് ഹൈ ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് പോകേണ്ടതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി സെറ്റപ്പ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യും. ഈ ഒരു ലോ സ്വീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും കേട്ടോ, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. തിരിച്ച് ഈ ഒരു ഏരിയ എത്തിയതിന് ശേഷം മാർക്കറ്റ് നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എടുക്കും, മേലോട്ട് ട്രേഡ് നോക്കാം. ഇനി നമ്മൾ ബുള്ളിഷ് വ്യൂ ഉള്ളത് ബെയറിഷ് വ്യൂ ആവണമെങ്കിൽ ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചൊരു റിട്രേസ്മെൻറ്റ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ താഴോട്ട് ട്രേഡ്സ് നോക്കാം. പക്ഷേ ഞാൻ നെക്സ്റ്റ് വീക്ക് നാസ്ഡാക്കിൽ ബുള്ളിഷ് ട്രേഡ്സ് ആയിരിക്കും പുഷ് ചെയ്യുന്നത്. ഈ ഡോളർ ഒന്ന് പറയാം. ഡോളറിൻ്റെ വ്യൂ റെഡി ആണെങ്കിൽ ബാക്കിയെല്ലാം റെഡി ആവും. ഓക്കെ, ഡോളർ ഈ ഒരു ഏരിയ ഞാൻ 2-3 മാസം മുമ്പ് മാർക്ക് ചെയ്ത മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഇതിപ്പോൾ എത്ര കാലം ഉണ്ടാവും, ഒരു 1 ഇയറിൻ്റെ ഒക്കെ അടുത്തായിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ തന്നെ കിടന്ന് കളിക്കുകയായിരുന്നു. അവിടുന്ന് നമുക്ക് ഇപ്പോൾ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് ഈ ഒരു ബ്രേക്കിൻ്റെ ഇതിൽ മാർക്കറ്റ് ആ ഒരു മൊമെൻ്റം കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. ഒറ്റയടിക്ക് ഈ ഒരു ഏരിയയിലേക്കൊന്നും എത്തില്ല, പക്ഷേ നെക്സ്റ്റ് 3 monthsൻ്റെ ഉള്ളിൽ ഈ ഒരു ഏരിയയിലേക്ക് എത്തേണ്ടതാണ്. ഓക്കെ, മാർക്കറ്റിന് ഇപ്പോൾ 2 സിനാരിയോ ഉണ്ട്. ഒന്ന്, ഈ ഒരു മൊമെൻ്റം തന്നെ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോയി റിട്രേസ്മെൻ്റ് ഒന്നും തരാതെ, അല്ലെങ്കിൽ തിരിച്ച് ഒരു റിട്രേസ്മെൻറ്റ് തന്നിട്ടും പോവാം. ഞാൻ ഹോപ്പ് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് വീക്ക് ഒരു റിട്രേസ്മെൻറ്റ് താഴോട്ട് തന്നിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ്. അപ്പോഴേ നമുക്ക് എൻട്രി കിട്ടുള്ളൂ, അല്ലെങ്കിൽ എൻട്രി സെറ്റപ്പ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വീക്ക് റിട്രേസ്മെൻറ്റ് ഈ ഒരു 100-332 ഏരിയ വരെയൊക്കെ ഒരു റിട്രേസ്മെൻറ്റ് വരേണ്ടതാണ്. പിന്നെ ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഡെയിലിയിലെ ഈ ഒരു FEG ആണ്. ഈ ഒരു ഏരിയയിലേക്ക് വന്നാലും മാർക്കറ്റ് തിരിച്ച് ഒരു ബുള്ളിഷ് മൊമെൻ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഡോളറിൽ ബുള്ളിഷ് ആയതുകൊണ്ട് GBPയിലും യൂറോ USDയിലും എല്ലാത്തിലും ബാരിഷ് വ്യൂ ആണ്. അപ്പം നെക്സ്റ്റ് വീക്ക് ഞാൻ ട്രേഡ്സ് എടുക്കുക ഈ ഒരു രീതിയിലായിരിക്കും. ഡോളർ ഈ ഒരു ഏരിയ വരെ എത്തുന്നവരെ വെയിറ്റ് ചെയ്യും. അതിന് ശേഷം ബുള്ളിഷ് ട്രേഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നോക്കും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആവട്ടെ. അടുത്ത ആഴ്ച കാണാം.